നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലയൂർ ദേവാലയത്തിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിന്റെ അടുത്തായിട്ടാണ് ഈ പാലയൂർ ദേവാലയം ഉള്ളത്. പാലയൂർ ദേവാലയം എന്ന് പറയുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട് പറയാനായിട്ട്. AD 52 യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള തോമസ് ലീഹ കേരളത്തിൽ എത്തുന്നതും അതിനുശേഷം കേരളത്തിൽ വന്ന് ആദ്യമായി സ്ഥാപിച്ച ദേവാലയമാണ് നമ്മുടെ പുറകിൽ കാണുന്ന ഈ പാലയൂർ ദേവാലയം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. AD 52 കേരളത്തിൽ സ്ഥാപിച്ച പാലയൂർ ദേവാലയത്തിലേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായ തോമസ് ലീഹ കേരളത്തിൽ വന്ന് സ്ഥാപിച്ച 7 ദേവാലയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് ചാവക്കാട് തൊട്ടടുത്തായിട്ട് കാണുന്ന പാലയൂർ ദേവാലയം. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം ഉള്ളത്. ഏകദേശം 2000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയമാണ് പാലയൂർ ദേവാലയം. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ തോമസ് ലീഹയുടെ സ്പർശമേറ്റ സ്ഥലത്തിലെ മണ്ണുകളെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് തോമസ് ലീഹയുടെ വലിയൊരു സ്റ്റാച്യൂയും തോമസ് ലീഹ വന്നിറങ്ങിയ രീതിയിലുള്ള ചെറിയൊരു കപ്പലും ഒരു കുളവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ശൈലി എന്ന് പറയുന്നത് കേരള ശൈലിയിലും അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്ര ശൈലിയിലും പേർഷ്യൻ ശൈലിയിലും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അത്ഭുത കഥകളുണ്ട്. ഈ ദേവാലയത്തിനോട് ചേർന്ന് തളിയാക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആദ്യം ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രകുളമായിരുന്നു. അവിടെയായിരുന്നു ഹിന്ദുക്കൾ സൂര്യനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തോമസ് ലീഹ കണ്ടു. അദ്ദേഹം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് വെള്ളം എറിഞ്ഞു. അതിൻ്റെ ഭാഗമായി അവരെല്ലാവരും ക്രിസ്ത്യാനികളായി മാറുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ആ സ്ഥലത്ത് നിന്ന് അവരെല്ലാം മാറിപ്പോവുകയും ചെയ്തു. പിന്നീടാണ് ആ ഹിന്ദു ക്ഷേത്രം മാറി അവിടെ ദേവാലയമായി മാറിയത്. അങ്ങനെ ഒട്ടനവധി കഥകളാണുള്ളത്. ആ തളിയാക്കുളമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ തളിയാക്കുളത്തിലെ ചെറിയ ബ്രാഹ്മണരുടെ ചെറിയ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനായിട്ട്. അതുപോലെ തന്നെ 2000 വർഷം പഴക്കമുള്ള ഈ ദേവാലയം നമുക്ക് കാണാനും ഒരുപാട് അത്ഭുത കാര്യങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ദേവാലയമാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത് ക്ലോസായി, അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.